ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ തട്ടിപ്പ് എങ്ങനെ എത്ര കരുതലോടുകൂടിയാണ് എത്ര വിപുലമായ പദ്ധതികളോടുകൂടിയാണ് ആവിഷ്കരിക്കപ്പെട്ടതെന്നും നടപ്പിലാക്കപ്പെട്ടത് എന്നും വ്യക്തമാവുകയാണ്. 2019 മാർച്ച് 19 ചേർന്ന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിലാണ് പത്മകുമാർ ഗുരുതരമായ ക്രമക്കേട് നടത്തിയത്. പിത്തള എന്നെഴുതിയാൽ മതി എന്നുള്ള തീരുമാനം, അതങ്ങനെ എഴുതിയാൽ വിശ്വസനീയമല്ല എന്ന തിരിച്ചറിവോടുകൂടി ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ തിരുത്തി എഴുതാനുള്ള ധൈര്യം അന്ന് എ പത്മകുമാറിന് എങ്ങനെയുണ്ടായി? എ പത്മകുമാറും എൻ വാസുവും തമ്മിൽ കാലാകാലങ്ങളിലായി ഉണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങൾ മറികടന്ന് രണ്ടുപേരും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം ഒരേ തൂവൽ പക്ഷികളായത് ആരുടെ സമ്മർദ്ദം കൊണ്ടാണ്? എ പത്മകുമാറിലേക്ക് SIT എത്തി നിൽക്കുമ്പോൾ ഇനി ആര് എന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. മന്ത്രിമാർ ജയിലിലേക്ക് പോകുന്നത് കാണേണ്ടി വരും എന്ന് പ്രതിപക്ഷം പറയുന്നത് ഉത്തമ ബോധ്യത്താലാണോ, തെളിവുകൾ കൈവശമുള്ളത് കൊണ്ടാണോ, അതോ രാഷ്ട്രീയ അവസരം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന കണക്കുകൂട്ടലിലാണോ? എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്നാണ് ഇന്ന് ഷാഫി പറമ്പിൽ രാഷ്ട്രീയ പ്രചാരണ യോഗത്തിൽ പറഞ്ഞത്. സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒരു വിഷയം പുറത്തേക്ക് വരികയും CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ രാഷ്ട്രീയമായ വെല്ലുവിളിയും ആകട്ടെ എന്ന നിലയ്ക്ക് പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിക്ക് പുറത്ത് ആക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPM-ൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, BJP-യിൽ നിന്ന് ശ്രീ ശ്യാംരാജ്, ഒപ്പം ശില്പി ശ്രീ മഹേഷ് പണിക്കരും നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ രാജു പി നായർ, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മന്ത്രിമാർ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ ഇനി കാണേണ്ടി വരും എന്നുള്ളത്, ഷാഫി പറമ്പിൽ പറയുന്നത് കാര്യമായി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തി നിൽക്കും എന്നുള്ളതാണ്. ശരിയാണ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷെ ഇതുവരെയും യാതൊരു മൊഴിയും ഇല്ലാതെ ഇരുന്നിട്ടും അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു തെളിവുമില്ലാതെ ഇരുന്നിട്ടും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതോ CPM ഇപ്പോഴും എ പത്മകുമാറിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, പുറത്തു നിർത്താത്തത് നിങ്ങൾക്ക് അതിനുള്ള രാഷ്ട്രീയമായ ധൈര്യം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണോ? മധു, ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, അങ്ങ് മാധ്യമ പ്രവർത്തകയാണ്. നമ്മളെല്ലാം ഒരേ രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുക, അതായത് രാഷ്ട്രീയത്തിൽ ഇൻട്രിക്കസീസിലേക്ക് പോകുന്നവരും കൂടിയാണ്. ഒരു ദേവസ്വം പ്രസിഡന്റ് CPM-ന്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും ഇംഗിതത്തോടെയും അല്ലാതെ നിയമിക്കപ്പെടുമെന്ന് മാധുവിന് ചിന്തിക്കുന്നുണ്ടോ? കോൺഗ്രസിനകത്ത് കഴിയില്ല, പിന്നല്ലേ CPM. ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മെഡിക്കൽ കോളേജിലെ പ്യൂണിനെ നിയമിക്കണമെങ്കിൽ ലെനിൻ സെൻറ്ററിൽ നിന്ന് കത്ത് വരണം. അതാണ് CPM-ന്റെ സംവിധാനം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ നിയോഗിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM-ന്റെ ഏറ്റവും ഉന്നത നേതൃത്വം അറിയാതെ നടക്കും എന്ന് അങ്ങേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കമായി പോകും. ഒന്ന്, N വാസു എന്ന് പറയുന്ന ആൾ CPM-ന്റെ നേതാവാണ്. അദ്ദേഹം ദേവസ്വം കമ്മീഷണർ മാത്രമായിരുന്നല്ല, CPM-ന്റെ നേതാവാണ്. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. PK ഗുരുദാസൻ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ PS ആയിരുന്നു. അതും രാഷ്ട്രീയ നിയമനമാണെന്നുള്ളത് അങ്ങേക്കറിയാലോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന N വാസു ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ഉള്ള ഒരു ആരോപണം, ശരി ആരോപണമൊന്നുണ്ടായത്, പക്ഷേ N വാസു നടത്തിയ ക്രമക്കേടിന് ശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായിട്ട് നിയോഗിക്കാനുള്ള തീരുമാനം എങ്ങനെ വന്നു? അപ്പോൾ N വാസുവിന് കൊടുക്കുന്ന വിശ്വാസ്യത, പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ്യത എവിടെയുണ്ടല്ലോ. ഇനി രണ്ടാമത് പത്മകുമാർ വരുന്നു. പത്മകുമാറും രാഷ്ട്രീയ നിയമനമാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ എനിക്കറിയില്ല പത്മകുമാറും ശ്രീ വാസുവും തമ്മിലുള്ള അകൽച്ചയോ തർക്കങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ തകർച്ചയും ഒന്നും ഇല്ലെങ്കിൽ പോലും, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഒരേ രീതിയിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് CPM-ന്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെ നടന്നതാണെന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ ഒരു പാഴൂർ പഠിക്കലും പോകേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധി CPM-നെ കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അറിയുന്നവർക്ക് മാത്രം മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്? ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് മുൻപ് 2022 തന്നെ 19 കൊണ്ടുപോയ സ്വർണത്തിൽ തട്ടിപ്പ് കാണിച്ചിരുന്നു എന്നുള്ളത് ഈ ദേവസ്വത്തിന് വിജിലൻസിന് ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടിരുന്നു, ദേവസ്വം കമ്മീഷണർക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിരുന്നു, ഇല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടപടി ഉണ്ടായില്ല? നമ്മൾ അവസാനം 2025 പീഠം കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദര വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടുപിടിക്കുകയുണ്ടായി. ഹൈക്കോടതിയുടെ അന്വേഷണം ഒന്നും ഇല്ലായിരുന്നല്ലോ.
അയ്യപ്പന്റെ പീഠം കാണാതെ പോയി എന്ന് പറഞ്ഞതിന് ശേഷം അത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുകയും പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് അയ്യപ്പൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്ത് മുഴുവൻ കള്ളത്തരവും നടത്തിയതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മോഷണത്തിനൊരു കേസെടുത്തില്ല? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആളല്ലേ. ഞാൻ ചോദിക്കുന്ന മാധു, ഇത് ശബരിമല അയ്യപ്പൻ, നമ്മൾ കേരളത്തിലെ ആൾക്കാർ മനുഷ്യർ സമാധാനം കാക്ഷിക്കുന്നുണ്ടല്ലേ? ഇത്തരത്തിലൊരു കൊള്ള അയ്യപ്പനെ പോലെ അത്രമാത്രം വൈകാരികമായി ആരാധിക്കുന്ന ജനങ്ങളുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു കൊള്ള നടന്നാൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പാൻ വേറെ ഒരു കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ഒരു മോഷണം നടന്നിട്ട് കേസെടുക്കാൻ എന്തുകൊണ്ടാ? ആഭ്യന്തരമന്ത്രിക്ക് അതിനകത്ത് മറുപടി പറയണ്ടേ? പറഞ്ഞിട്ടില്ലല്ലോ. 3, ഈ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി 2025 ഇത് വീണ്ടും കൊണ്ടുവന്നത്, അത് 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈക്കോടതി വിധിയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 2023 24 ഉണ്ടോ, മണ്ഡലകാലത്തിന് മുമ്പ് ഇത് ഇളക്കിക്കൊണ്ടുപോയി പെട്ടെന്ന് മണ്ഡലകാലം തീരുന്നതിന് മുമ്പ് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, അതുകൊണ്ട് അർജൻസി ഉള്ളത് കൊണ്ട് കൊടുത്തുവിടാൻ വേണ്ടി പ്രത്യേക അനുമതിക്ക് ചെന്നിരുന്നു. അന്ന് കോടതി അനുമതി കൊടുത്തില്ല. ആ മണ്ഡലകാലം കടന്നതിന് ശേഷം പിന്നെ അടുത്ത മണ്ഡലകാലം വരെ ഇവർക്ക് ഈ അർജൻസി ഉണ്ടായിരുന്നില്ല. ആ കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള അർജൻസി അഭിനയിച്ചത് പോലും സന്നിധാനത്ത് വെച്ചത് ചെയ്യാതെ ചെന്നൈയിൽ കൊണ്ടുപോയി ചെയ്ത് ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ 2019 മുതൽ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും 2 മന്ത്രിമാരുടെയും കാലത്ത് ഇത്രയും ആസൂത്രിതമായ കൊള്ള, ദേവസ്വം ബോർഡ് മെമ്പർമാരും ഉണ്ട്, പ്രസിഡന്റുമാരെന്ന് മാത്രം പറഞ്ഞു പോകരുത്, മെമ്പർമാരുണ്ട്. അപ്പോൾ ഒരു സംവിധാനം മുഴുവൻ ഇത്രയും ആസൂത്രിതമായ കൊള്ള നടന്നിട്ട് അത് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവും CPM അറിയാതെയെന്ന് പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കെയും പറ്റുമോ? നോക്കൂ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഈ പത്മകുമാറിന്റെ മൊഴികളിൽ നമ്മൾ പുറത്തു വരുന്ന സംഭവം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പോയത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്താണ്. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രനാണ് ഇങ്ങോട്ടേക്ക് ദേവസ്വം ബോർഡിലേക്ക് വിടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്ന ഒരു ലോജിക് കൂടി മാധവൻ ചിന്തിച്ചോ? 39 ദിവസം അവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിൽ എത്തുന്ന 39 ദിവസം ഉണ്ടല്ലോ, ആ 39 ദിവസത്തിനിടയ്ക്ക് ആസൂത്രണം ചെയ്ത് ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് നടത്താവുന്ന കള്ളത്തരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. അയ്യപ്പന്റെ മുതല് കൊണ്ടുപോയി വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെന്നിട്ട് മാധുവിനെടുത്തുനിന്ന് എൻ്റെ അയ്യപ്പന്റെ ദ്വാരപാല ശില്പമുണ്ട്, ഒരു 10 കോടി തന്നാൽ ഞാൻ മാധുവിന് തന്നേക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. വലിയ ആസൂത്രണം, മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു, അതിനുള്ള ആളുകളെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു, അതിനുള്ള പണം മുടക്കാൻ തയ്യാറായ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിന് ഇപ്പോൾ ഈ കോടതി അടക്കം ഏറ്റവും പ്രമുഖരായ അന്താരാഷ്ട്ര ഇതുപോലെയുള്ള വിഗ്രഹക്കടത്ത് സംഘങ്ങളെ അടക്കം കോടതി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. മഹേഷ് തീർത്തേക്കാം. അപ്പൊ ഇത്രയും വിപുലമായിട്ട് അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇത്രയും വിപുലമായിട്ട് ഇത് ആസൂത്രണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി വിൽക്കാനുള്ള ബയേഴ്സിനെ ഉൾപ്പെടെ കണ്ടതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ പറഞ്ഞത് ഇത് ആർക്കാണ് കൊടുത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ ഇത് ആർക്കാ വിറ്റത് എന്നുള്ളത് പറയണം എന്ന് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് ഇൻഡാസ് അയച്ചു, പിന്നൊന്നും ഉണ്ടായിട്ടില്ല, ഇല്ലേ? ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഈ കോടതിയുടെ മുമ്പിൽ പറയേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോയവരൊക്കെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ CPM ഉന്നത നേതൃത്വം പോയിരിക്കുന്നത് പൈലറ്റായിട്ടാണ്. ജയിലിലെ സൗകര്യമൊരുക്കി പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി നേരായ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ സ്വർണം വീക്ക്നെസ് ആയ വിജയേട്ടൻ കൂടി പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുള്ളത് യാതൊരു തർക്കവും വേണ്ട. ശ്രീ മഹേഷ് പണിക്കർ, ഈ സംഭവഗതികൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ അങ്ങേക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ശബരിമലയിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ആചാരപരമായ കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ വരുന്ന മൊഴികൾ എത്രത്തോളം അവിശ്വസനീയമാണ്. ഈ SITയുടെ അന്വേഷണത്തിന് പിന്നാലെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എത്രത്തോളം അവിശ്വസനീയമാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴിയൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധമടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും 2019 മുതൽ ഇങ്ങോട്ട് അസാധാരണമായ തോതിലുള്ള ധനസമ്പാദനം ഉണ്ടായിട്ടുണ്ട് എന്നതും അടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും കുബുദ്ധിയോടെ, ഇത്രയും സാമ്പത്തിക താല്പര്യത്തോടെ കണ്ണി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എത്രത്തോളം അവിശ്വസനീയമാണ്? ഇല്ല, ഇതിനകത്ത് മെയിനായിട്ട് ഈ ദൈവതുല്യർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ, ഒരു അയ്യപ്പനോടൊപ്പം തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ
സഹായം ഇല്ലാതെ ഇതൊരിക്കലും ഏത് മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലോ മന്ത്രിതലത്തിലോ ഒക്കെയുള്ള വലിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും അതിനകത്ത് ആ തന്ത്രിയുടെ ഇതില്ലാതെ, കാര്യം അതിനകത്ത് നിൽക്കുന്ന കോർ സാധനങ്ങളായി പോയിരിക്കുന്ന മൊത്തം. പുറത്തെ ഒരു സാധനമല്ല, റോഡ് പണിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കെട്ടിടം പണിയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല. ഈ കോറിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദവും അവരുടെ ആ ഒരു താല്പര്യവും ഇല്ലാതെ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പത്മകുമാറുമായിട്ടും ഒക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും അടുപ്പമുള്ള ബന്ധമാണ് ഈ തന്ത്രി കുടുംബവുമായിട്ട് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. കാര്യം ആദ്യം പോലെ അദ്ദേഹത്തെ ജാലഹലി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴകത്തിൻ്റെ കീഴ്ക്കഴകം എന്ന് പറഞ്ഞാൽ നിവേദ്യം, അയ്യപ്പൻ്റെ നിവേദ്യം, ഇടപ്പള്ളിയുടെ ഉത്തരവാദിത്തം മൊത്തം ലേലം എടുക്കുന്ന ഇദ്ദേഹമാണ്. ഇതൊക്കെ അങ്ങനത്തെ ഒരു കോറിലാണ് ഈ സാധനം നടന്നിരിക്കുന്നത്. അതിൻ്റെതാണ് ആദ്യം തന്നെ ഈ നമ്മുടെ പത്മകുമാർ ദൈവതുല്യരാണ് എന്നെ ഇതിനകത്ത് പെടുത്തിയതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം തന്നെ തന്ത്രി അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വരികയാണ്. ആരും ചോദിച്ചിട്ടല്ല, ഞാൻ ദൈവതുല്യനല്ല, ഞാൻ വെറും തന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട്. കാര്യം അത് കൈ പൊക്കി കയ്യിലെ രക്തക്കറ ഇങ്ങനെ തുറന്നു കാണിക്കുന്ന പോലെയാണ്. അപ്പം അത്രയ്ക്ക് ഗുരുതരമായ വിഷയങ്ങളാണ്. ഇവരിത് അല്ലെങ്കിൽ ഒരു ധൈര്യം, എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഇത്രയും ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഹൈക്കോടതി ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമല്ലല്ലോ. കട്ടളപ്പാളി, ധാരപാലകപാളി, കഥക്, പിന്നെ എത്ര കാര്യങ്ങൾ. അവിടുത്തെ മണി, അവിടുത്തെ കൊടിമരം, അവിടുത്തെ വാജിവാഹനം, അവിടുത്തെ നമ്മൾ അഷ്ടദിക്പാലകർ, 18-ാം പടി, ഈ വക സാധനങ്ങളെല്ലാം ഈ തന്ത്രി തന്നെ 2-3 പേരാ ടേമാണ്. ഒരാടെ ടേമി വരുമ്പോൾ മാത്രമാണ് ഇതിനെല്ലാം കംപ്ലൈൻറ്റ് വരുന്നത്. ആ കംപ്ലൈൻറ്റ് നമ്മൾ ഇതെല്ലാം ശരിക്കും ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് വളരെ ദുരൂഹമാണ്. 40-50 ലക്ഷം രൂപ മെറ്റൽ വില മാത്രമുള്ള വാജിവാഹനമൊക്കെ ഒരു ബന്ധവും ഇല്ലാതെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക, ഏതോ നിയമത്തിൻ്റെ ഇല്ലാത്ത നിയമത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാര്യം ഈ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ ധാരാപാലകരുടെ താഴത്തെ പീഠം ആരാ കൊണ്ടുവന്നത്? വാസുദേവൻ. ഈ വാസുദേവൻ ഏതാ? ഈ വാസുദേവൻ ആദ്യം നമ്മുടെ അവിടുത്തെ മണി പണിതിരിക്കുന്നത്. ആ മണി പണിതതിൻ്റെ അദ്ദേഹത്തിൻ്റെ അളിയനോ ആരാണ്? അജികുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് SIT ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെയും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ആ അജികുമാറിന്റെ മരണം പോലും ദുരൂഹമാണ്. ഈ അജികുമാർ 35 ലക്ഷം രൂപ മുടക്കിയെന്നാണ് പറയുന്നത്. 2 മണി ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് മണി ഉണ്ടാക്കി വെക്കാൻ എവിടെയാണ് 35 ലക്ഷം രൂപയുടെ ചെലവ്? അപ്പം അതൊക്കെ ഈ കൊള്ളമുതലാണ്. കൊള്ളമുതലിന്റെ വീതമെപ്പിനകത്ത് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ വളരെ ഗുരുതരമാണ്. ഇതൊക്കെ പുറത്തു വരണം. ഇതൊക്കെ പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ അന്വേഷണം കറക്റ്റായിട്ട് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. എന്തായാലും സമൂഹത്തിലെ ഇത്രയും ഉന്നതരായ, ഇത്രയും സാമ്പത്തികമായിട്ട് സൗണ്ട് ഉള്ളവർ ഈ പറഞ്ഞ അന്നത്തെ കാലത്ത് സ്വർണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2700-2800 രൂപയാണ് 1 ഗ്രാമിന്. അതായത് 1 കിലോയ്ക്ക് 28 ലക്ഷം രൂപ. ഇവർ 1 കിലോ മോട്ടിച്ചാൽ പോലും ഈ 28 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ ഒരു 10 പേര് ഇതിനകത്തൊരു കാര്യം ഒരു കൺസോർഷ്യം പോലാണ്, ഒരു തന്ത്രി, അങ്ങനെ കുറെ ആൾക്കാരായി ചേർന്നുള്ളൊരു കൊള്ളയാണ്. അപ്പം ഒരിക്കലും അവർ നിസാര ഒരു എമൗണ്ടിന് അത് ചെയ്യില്ല. മാത്രമല്ല ഉന്നതങ്ങളിലേക്ക് അറിയിക്കാൻ അവർ ശ്രമിക്കത്തുമില്ല. കാര്യം ഏത് സമയത്തും ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പോകുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഇവർ ഏറ്റവും താഴെ കുറച്ച് ആൾക്കാർ മാത്രം ഇടപെട്ട് നടത്തുന്ന ഒരു ഗൂഢസംഘം പോലെ അത് പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ആ ഗൂഢസംഘത്തിൽ എന്തായാലും മുകളിലോട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര ആയാലും അവര് ഒരു തരത്തിലും അതിനകത്ത് എന്താ പറയാ അവരുടെ ഭാവി നോക്കത്തില്ല. 18-ാം പടിക്ക് തൊട്ട് മുകളിലായി കാണുന്ന 2 വലിയ മണികളുടെ കാര്യമല്ലേ അങ്ങ് പറഞ്ഞത്? അതെ, അത് മുൻപ് കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം ഉരുക്കി പണിതതല്ലേ? അല്ലല്ല, വാജിവാഹനം ഒരുക്കിയിട്ടില്ല. ആ വാജിവാഹനം അല്ലേ തന്ത്രിയുടെ ഉണ്ടെന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാജിവാഹനം അദ്ദേഹത്തിന്റെ ഇരിപ്പുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനും അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ടുള്ള കുറുപ്പ് സാറും കൂടെ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതല്ലേ. ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് എന്റെ ഉണ്ട്. ഇത് പഞ്ചലോഹ നിർമ്മിതമാണോ? അതെ. പിന്നെ എങ്ങനെ അത് ഉരുക്കി മണിയാവുന്നേ? ഇത് വെള്ളിയാണ്. ആ വാജിവാഹനം എന്ന് പറയുന്ന വെള്ളിയാണ്. ഈ മണി എന്ന് പറയുന്നത് അത് വളരെ പ്രത്യേകതയാണ്. 2 ഫ്രീക്വൻസിയിലുള്ള മണിയാണ്. അത് ആ മണി എന്ന് പറയുന്ന 2 ഫ്രീക്വൻസിയിലുള്ള മണിയാണ്. അതൊരു നമ്മൾ നാളികേരം നമ്മൾ 18-ാം പടിയുടെ താഴെ വെച്ചിട്ട് ഈ തേങ്ങ ഉടച്ചിട്ട് മേളി വരുമ്പോഴത്തേക്ക് അതിന്റെ മെയിൽ തേങ്ങയുടെ 2 വശമുണ്ട്. ഈ കണ്ണുള്ള ഒരു വശവും നമ്മുടെ കൂമ്പുള്ള ഒരു വശവും. അതിനകത്തെ രണ്ട് ഭാഗമായിട്ടാണ് ഈ 2 ഡിസൈനും അതിനകത്തുണ്ട്. ഒരു സൈഡിൽ ആ 3 കണ്ണുള്ള ഭാഗവും ഒരു സൈഡിൽ ഇതും ഉള്ളത്. മാത്രമല്ല അതിന്റെ ആ ഫ്രീക്വൻസി 2 ഫ്രീക്വൻസി സാക്രഡ് ഫ്രീക്വൻസിയിൽ ഉൾപ്പെടുന്ന 2 ഫ്രീക്വൻസി 2 മണിയോട് അടിക്കുമ്പോഴത്തേക്ക് ജോയിൻ ആയിട്ട് വരുന്ന ഒരു ഫ്രീക്വൻസി അത് വളരെ വളരെ അമൂല്യമാണ്. അതിനകത്തെ ആ വർക്ക് എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ടുള്ള ഈ പറഞ്ഞ ഈ അയ്യപ്പ ചൈതന്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാധനങ്ങളാണ്. അതാണ് മോഷണം പോയിരിക്കുന്നത്. അത് മോഷ്ടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ അജികുമാർ എന്ന് പറഞ്ഞ മരിച്ച ആളും ഇപ്പം നമ്മുടെ ഇത് കൊണ്ടുവന്നിരിക്കുന്ന എന്താ പറയുക അതിന് പകരം മണി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വാസുദേവൻ. ഇപ്പം നമ്മുടെ ധാരപാലപാളികളുടെ അടിയിലത്തെ സാധനം പോലീസ് നമ്മുടെ ആദ്യത്തെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന അദ്ദേഹമാണ് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ കൊടുത്തിരിക്കുന്നത്. ഈ അജികുമാറിന്റെ മരണം അടക്കം അന്വേഷിക്കപ്പെടേണ്ടതാണ് അല്ലേ? 2019 ശേഷം ഈ കോവിഡ് കാലത്താണ് ഈ മരണം ഉണ്ടാകുന്നത്. പോസ്റ്റ്മോർട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്.
അതെ അതെ ആ മരണസമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സംഘത്തിൽപ്പെടുന്ന ആൾക്കാർ മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ അതിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാര്യം അത് ഈ ഉറപ്പായിട്ട് ഈ കൊള്ളമുതലിന്റെ സാധനമാണ്. ഈ മണിയൊക്കെ വിറ്റ കാശിന്റെ അല്ലെ 40 ലക്ഷമോ 35 ലക്ഷം രൂപ മണിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തെന്ന് പറയുന്നത് എങ്ങനെയാണ് അത് വരിക? ഈ അജികുമാർ 35-40 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തെന്നാ പറയുന്നത്. ഈ 2 മണിക്ക് എങ്ങനെയാണ് 35 ലക്ഷം രൂപ വില വരിക? അതൊരു ഡ്യൂപ്ലിക്കേറ്റ് മണി ഉണ്ടാക്കുന്നതിന് അതാ അതിന്റെ വെയിറ്റ് അനുസരിച്ച് ഒരു 50,000 1 ലക്ഷം രൂപ വരും. 1 ലക്ഷം രൂപയുടെ 2 മണി അവർ സ്പോൺസർ ചെയ്താൽ അതിനുവേണ്ടി 35 ലക്ഷം രൂപയുടെ ഇടപാട് എവിടെയാണ് വരിക? ആ ഇടപാട് ഉറപ്പായിട്ട് ദുരൂഹമാണ്. അത് ഇവർ ഇത് വിറ്റതിന്റെ അവരുടെ ഒരാളുടെ വീതമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും തർക്കമോ അതിന്റെ പേരിലായിരിക്കും കൊലപാതകം വരെ നടന്നിരിക്കുന്നത്. അത്രമാത്രം ഗുരുതരമായ വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. ആ കൊടിമരം തന്നെ ഒരു കുഴപ്പമില്ലാത്ത 1971 പ്രകാളം ഫാസി എന്ന് പറഞ്ഞ അദ്ദേഹം ഇതായിരിക്കുന്ന ഒരു കൊടിമരമാണ്. അതുപോലും ഒരു പ്രശ്നമില്ലാതെ പിന്നെ അടുത്തൊരു കൊടിമരം പണിതു. അതിനകത്ത് പഴയ കൊടിമരം കാണുന്നില്ല. ആ കൊടിമരത്തിനകത്ത് ഏകദേശം 10 കിലോളം ദിവസം കൂടെ മുടക്കിയിട്ടുണ്ട്. 10 കിലോ സ്വർണ്ണമുള്ള കൊടിമരമാണ്. ആ കൊടിമരം ഇല്ല എവിടെ. അത് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ആ കൊടിമരം ഇല്ല. അതുപോലെ തന്നെ അതിനകത്തെ അഷ്ടദിക്പാലകരിൽ ഇപ്പൊ വാജിവാഹനം അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നു. അഷ്ടദിക്പാലകർ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനത്തെയൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ. ഇത് നിസാരം സ്വർണത്തിന്റെയോ നിസാരം സംഭവത്തിന്റെ അല്ല. കാര്യം അത്രമാത്രം പണം ഉണ്ടെങ്കിൽ ലക്ഷം രൂപയ്ക്ക് ഇത്രയും ആൾക്കാരെ തീർച്ചയായും വലിയ അമ്പരപ്പോട് കൂടി പറഞ്ഞ ഒരു കാര്യമാണ്. ശബരിമലയിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ 18-ാം പടിക്ക് മുകളിൽ തൂക്കിയിരുന്ന അമൂല്യമായ മണികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു വസ്തു അത് പമ്പ കടന്നു വന്നാൽ അതിന് അവിടെ വാങ്ങാൻ കിട്ടുന്ന 5 രൂപ എന്നുള്ളതല്ല അതിന്റെ വില എന്ന് പറയുന്നത്. അത് വിശ്വാസപൂർവമായ വിലയാണ്, വിശ്വാസത്തിന്റെ വിലയാണ്. അത് നോക്കൂ, പ്രേക്ഷകരൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എവിടെ തുടങ്ങിയതാണ്? ദ്വാരപാലക ശില്പത്തിലെ പാളി എന്ന ഇടത്ത് തുടങ്ങി കട്ടിളപ്പടി, വാതിൽ, ഈ പറയുന്ന മണികൾ, വാജിവാഹനം ഈ നിലയ്ക്ക് പോവുകയാണ്. വർഷങ്ങൾ നീണ്ട ശബരിമലയുടെ സ്വത്ത് എന്താണെന്നറിയുന്ന, മൂല്യം എന്താണെന്ന് അറിയുന്ന, അതിനോട് ചേർന്ന് നിന്ന് കുറേ മനുഷ്യർ കാണിച്ച അനിതര സാധാരണമായ വിശ്വാസവഞ്ചനയുടെ ചിത്രങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നൊന്ന് ആലോചിക്കണം. തുടക്കത്തിൽ ഇതൊരു മഞ്ഞുമലയുടെ അറ്റമാണെന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ചിലപ്പോൾ ഇതൊന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ് എന്ന് തോന്നിയിട്ടുള്ളവർക്ക് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ശ്രീ പി കെ ഗോപൻ അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, ഡോക്ടർ പി കെ ഗോപൻ അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോ എ പത്മകുമാറിന്റെ മൊഴിയടക്കമുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. എ പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നോക്കൂ, അദ്ദേഹം ഇതിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങേക്കും ഓർമ്മയുണ്ടാകുമായിരിക്കും. ഇതിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ജയിലിൽ പോകട്ടെ എന്നുള്ളത്. ഗുളികൻ നിന്ന സമയമാണോ എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നാടൻ രീതിയിൽ പറയാമെന്നുള്ളതാണ്. അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? സ്പോൺസർ എന്ന 1000 തവണ നമ്മൾ കണ്ടയാൾ സ്പോൺസർ മാത്രമല്ല പാർട്ട്ണർ കൂടിയാണെന്ന് വ്യക്തമാവുകയാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായ കാര്യങ്ങളും പാർട്ടിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണല്ലോ പാർട്ടി അംഗങ്ങളെ കുറിച്ച് പോലും നിഷ്കർഷ പാലിക്കുന്ന കാര്യം. അല്ല, ശ്രീമതി മാധു, പത്മകുമാറിൻ്റെ കാര്യത്തിലും എല്ലാ പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലും പാർട്ടിക്ക് നിരീക്ഷണമുണ്ട്. അവരുടെ സ്വത്ത് വിവരം പാർട്ടി അറിയിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് സമ്പാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെന്നുള്ളത് പാർട്ടി അറിയിക്കണം. പുതിയ വീടുകൾ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ സോഴ്സ് പാർട്ടിയെ കാണിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം CPM-നകത്തുണ്ട്. അതുകൊണ്ടാണ് അഴിമതിരഹിതമായ ഒരു സംവിധാനമായി CPM-ന് നിൽക്കാൻ കഴിയുന്നത്. അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരായാലും ദേശീയ നേതാക്കന്മാരായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു പരിശീലനം അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം മുതൽ അതിൻ്റെ സംവിധാനത്തിൽ വരുന്ന ആശയ പ്രചാരണങ്ങളിലെല്ലാം അഴിമതിരഹിതമായ ഒരു സംവിധാനമായി നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ ഒരു പരിശീലനം സിദ്ധിച്ചിട്ടാണ് എല്ലാവരും മുകളിലേക്ക് വരുന്നത്. ആ ഒരു ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ഏത് വിധത്തിലുള്ള ഒരു തെറ്റായ പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാവില്ല എന്ന് നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണം അതാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ചെറിയ എക്സംഷൻ പറയേണ്ടത്,
ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രകടനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അനധികൃതമായ സമ്പത്തായിട്ട് വരുന്നു എന്ന് സാധാരണഗതിയിൽ, ഞാൻ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ പറയല്ല, ദയവായിട്ട് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അതിന് മുമ്പുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ വളരുന്ന ഒരാളെന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നാൽ അത് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ സംഭവിക്കില്ല. അതാണ് ആ ചോദ്യത്തിന് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഈ സാമ്പത്തിക വളർച്ചയെ നോക്കിക്കാണുന്നത് എന്നുള്ള ശ്രീമതി മാധുവിൻ്റെ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു നിലപാടതാണ്. എന്നാൽ ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിശ്വസ്തയോടുകൂടി പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. രണ്ട്, ശബരിമല ക്ഷേത്രവുമായിട്ട് ധാരാളം തരത്തിലുള്ള ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് അച്യുതൻ നായർ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനായ അദ്ദേഹത്തിൻ്റെ പിതാവിന് ശബരിമലയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതുപോലെ ഇവർ ആറന്മുള ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്നു എന്ന് മാത്രമല്ല, ആറന്മുള ക്ഷേത്രവും ആയിട്ടും ഇവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ CPIM സാധാരണ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നത് പൊളിറ്റീഷ്യൻസിനെ അല്ല, അങ്ങനെയല്ല ഏൽപ്പിക്കാറുള്ളത്. പണ്ട് മുതലേ ക്ഷേത്രത്തിൻ്റെ ആചാര വിശ്വാസങ്ങളോട് പിന്നെ പൊരുത്തപ്പെട്ടു പോകുന്ന അത്തരം സമീപനം സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുള്ളവരെയാണ് CPIM ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ട് നിശ്ചയിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ പത്മകുമാർ ഒരേ സമയം രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളുമാണ്. അതുകൊണ്ടാണ് ശ്രീ പത്മകുമാറിനെ അങ്ങനെ ഒരു ചുമതല അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്താണ് പെശക് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ അദ്ദേഹം നേരത്തെ എല്ലാവരും വിശദീകരിച്ചിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ കേരളത്തിലെ CPM നേതൃത്വം പറഞ്ഞതുപോലെ, അദ്ദേഹം കേസിൽ പ്രതിയാണ്, കുറ്റാരോപിതനാണ്. അപ്പോൾ നമ്മളൊരു കുറ്റാരോപിതനായ ഒരാളിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ തുടങ്ങിയാൽ, ഈ കേസിൽ വഴിത്തിരിവുകൾ പിന്നീട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ്, ഇത് മാത്രമല്ല ഒരു കീഴ്വഴക്കമായി ഇത് മാറിയാൽ, അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ സമീപനത്തിൽ ഓരോ സമയത്ത് ഓരോ നിലപാടെടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ചുകൂടി അത് തെളിയാനുണ്ട്, കുറച്ചുകൂടി കലങ്ങാനുണ്ട്, കുറച്ചുകൂടി വ്യക്തമാകാനുണ്ട്. അത്തരം ഒരു ഘട്ടം വരുമ്പോൾ CPIMൻ്റെ മുൻകാല രീതി അനുസരിച്ച്, അതിലെ കീഴ്വഴക്കം അനുസരിച്ച് ദേശീയ നേതൃത്വത്തിൽപ്പെട്ടവർ പോലും അഴിമതിയിൽപ്പെട്ടാൽ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയല്ല. വളരെ ചെറിയൊരു സാമ്പത്തിക ക്രമക്കേട് പോലും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഞാൻ അത്തരം ആളുകളുടെ പേര് പറയുന്നില്ല, ചില പഴയകാല പ്രമുഖരായ നേതാക്കന്മാർക്ക് പറ്റിയ ചെറിയ കയ്യബദ്ധം പോലും സഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. അവരുടെ എല്ലാം പേരിൽ അതൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ പത്മകുമാർ വളരെ ചെറിയൊരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അപ്പോൾ അത് മോശമായ ഒരു പോസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആരെയും സംരക്ഷിച്ച് ശീലമില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത്തരം ആത്മവിശ്വാസം അതിനകത്ത് പ്രകടിപ്പിക്കുന്നത്. മറ്റു പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പോകില്ല. കാരണം മറ്റു പാർട്ടികളുമായിട്ട് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് A. പത്മകുമാർ. ശബരിമലയുമായി ദീർഘകാല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് ബന്ധമുണ്ട്, P. അച്യുതൻ നായർക്ക് ബന്ധമുണ്ട്, ശ്രീ A. പത്മകുമാറിന് ബന്ധമുണ്ട്. ഈ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട് എടുത്തങ്ങ് കൊണ്ടുപോയി നന്നാക്കി വാ മോനെ എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മകനുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ അനധികൃതമാണ്. അനധികൃതമായ പല കാര്യങ്ങൾ നടത്തിക്കപ്പെടാൻ ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ളതാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമുക്ക് ശരി, പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളടക്കമുള്ള നിരീക്ഷണത്തിലൊക്കെ വലിയ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം മാത്രമാണ്. അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ പ്രകടമായി മിനിറ്റ്സിൽ അദ്ദേഹം തിരുത്തൽ വന്നിരിക്കുന്നു, സ്വന്തം കൈപ്പടയിൽ തിരുത്തിയിരിക്കുന്നു എന്ന കാര്യമടക്കം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. N. വാസു അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തര ഇടപെടൽ ഇദ്ദേഹം നടത്തിയിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പാർട്ടി അംഗങ്ങളാണല്ലോ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ. അപ്പോൾ ഒരാളെ തള്ളി പറയുന്ന, ഒരാൾക്കെതിരെ മൊഴി കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് മുഴുവൻ തെളിഞ്ഞ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ നല്ലോണം വെന്തതിന് ശേഷം മാത്രമേ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ പാർട്ടിക്ക്. ധാർമ്മികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ മന്ത്രി രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് CPM. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ധാർമ്മിക അടിത്തറയ്ക്ക് ഇനി ഈ കേസിന്റെ അന്തിമ വിധി വരുന്നത് വരെ കാലതാമസമുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല ശ്രീമതി മാധു, പത്മകുമാർ MLA യും മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും അല്ല. ഇപ്പോൾ പത്മകുമാറിൻ്റെ പാർട്ടി സ്ഥാനം മാത്രമേ ഉള്ളൂ.
അപ്പോൾ മന്ത്രിയായിട്ടിരുന്നോ MLA ആയിട്ടിരുന്നോ MLA ആയിട്ടിരുന്നവൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കീഴ്വഴക്കമുണ്ട്. പക്ഷേ 2 MLA കേരളത്തിൽ ജയിലിൽ കിടന്നിരുന്നു. അവരിപ്പോഴും ആ പാർട്ടിയുടെ നേതാവ് തന്നെയാണ്. അത് ഏത് കേസിനാണെന്നുള്ളതും ശ്രീമതി മാധുവിന് അറിയാം. അടുത്ത സമയത്ത് തന്നെ അവർ ജയിലിൽ കിടന്നേ. അപ്പോൾ MLA മന്ത്രിയൊന്നുമല്ല പത്മകുമാർ. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ തന്നെ എഴുതണ്ടേ? പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അല്ലാതെ എഴുതാൻ പറ്റില്ല. അത് കൈപ്പടയിൽ തന്നെ എഴുതിയത്. അതിലൊരു ചെറിയ ക്ലാരിറ്റി വരേണ്ട കാര്യം, പത്മകുമാറിൻ്റെ കയ്യിൽ കിട്ടുന്ന നിർദ്ദേശം അത് പിന്നെ പിത്തളപ്പാളി എന്നുള്ളത് കിട്ടുകയാണ്. അതിനകത്ത് സ്വർണം പൊതിഞ്ഞ പിത്തളപ്പാളി എന്നുള്ളത് ആണോ ഈ മുരാരി ബാബു എഴുതി കൊടുത്തത്, അതോ കേവലം പിത്തളപ്പാളി എന്നുള്ളതാണോ? ആ പിത്തളപ്പാളി മാറ്റി ചെമ്പാക്കിയതാണോ പത്മകുമാർ എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഉണ്ടാവണം. തിരികെ കൊണ്ടുവരുന്ന സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് അനുമതി കൊടുക്കുന്ന യോഗമാണ്, കൊണ്ടുപോകുന്ന സമയത്തല്ല. അപ്പോഴാണ് ഈ പിത്തള എന്ന് പറയുന്നത്. പക്ഷെ അടിസ്ഥാന ലോഹം ചെമ്പാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് വിവരമുണ്ട്. അടിസ്ഥാന ലോഹം ചെമ്പാണ് എന്നുള്ള വിവരം പത്മകുമാറിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് തിരുത്തുന്നത്. ഇനി ഈ അങ്ങ് പറഞ്ഞതുപോലെ തീരുമാനത്തിലല്ല കൈപ്പടയിൽ തിരുത്തൽ വന്നിരിക്കുന്നത്, അതിലെ പ്രയോഗത്തിലാണ്. ഇനി അങ്ങനെ പിത്തള എന്ന് കാണുമ്പോൾ അടിസ്ഥാന ലോഹം ചെമ്പാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അക്കാഡമിക്കായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശരി, അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉള്ളത്. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടെ ഈ പറയുന്ന 98-ൽ സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അറിവുള്ളവരുണ്ട്. ഈ മുരാരി ബാബുവിന്റെ കുറ്റം എന്താണ്? അദ്ദേഹം അന്നും അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എന്നാണ് SITയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അവിടെ ആ ജോലി നടത്തപ്പെട്ടിരുന്നു എന്ന്. അങ്ങ് തന്നെ പറയുന്നത് പോലെ ശബരിമലയുടെ ചരിത്രം മുതൽ വർത്തമാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയാമെന്ന് പത്മകുമാറിന് വളരെ വ്യക്തിപരമായി അറിയാം അത് സ്വർണ്ണമാണ് എന്നുള്ളതൊക്കെ. അദ്ദേഹം ഞങ്ങളോട് പിന്നെ ചെമ്പാണെന്ന് പറഞ്ഞ് തർക്കിച്ചുവെങ്കിലും വളരെ വ്യക്തിപരമായും സാങ്കേതികമായും അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അത് സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നുള്ളത്. ഇതൊക്കെ വളരെ പ്രകടമായി എല്ലാവരുടെയും മുന്നിൽ വന്ന കാര്യമാണ്. അതിലാണ് ഇനിയും പരിശോധന വേണമെന്ന് പറയുന്നത്, നല്ലോണം വേവട്ടെ എന്ന് പറയുന്നത്. ശ്രീമതി മാധു, ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയൂ. 98-ലൊന്നും അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടില്ല. 98-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം അത്രയും ടെക്നോളജി പെർഫെക്റ്റ് ആയ ഒരു കാലത്ത് ഇത്രയും വലിയ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ അളവ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം നിൽക്കില്ല. അത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ശബരിമല മാത്രമായിട്ട് നിൽക്കില്ല. അത് മറ്റു പല കേന്ദ്രങ്ങളിലും അത് എത്തേണ്ടടുത്ത് എത്തും. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അതുണ്ടാവും. അങ്ങ് തെറ്റിദ്ധരിച്ചു. 98-ൽ കമ്പ്യൂട്ടറൈസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന അടിസ്ഥാന വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള അതായത് ശബരിമലയിൽ എത്ര സ്വർണമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി സാങ്കേതികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ അല്ലെങ്കിൽ ആകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന കാര്യം 2019-ൽ തന്റെ കാലത്ത് കണക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞത് പത്മകുമാറാണ് എന്നോടാണ് പറഞ്ഞത്. 2019-ൽ എന്റെ കാലത്ത് ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നത് സംബന്ധിച്ച് കണക്ക് 2019-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ അല്ലെ? അപ്പോൾ 2019-ൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ എന്നോട് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങളടക്കം പരിശോധിക്കാമല്ലോ അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ. ശ്രീമതി മാധു, ഒരു കാര്യത്തിലെ നീണ്ട വാക്കുകൾ ഉത്തരങ്ങൾക്കാണോ ചോദ്യങ്ങൾക്കാണോ? ഒരു ഉത്തരത്തിന് സാധ്യതയില്ലാതെ ചോദ്യങ്ങൾ കൊണ്ടൊരു ചർച്ചയെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയും വലതുപക്ഷ നിരീക്ഷകരായ 10-12 പേർക്ക് യാതൊരു ഇടതടവില്ലാതെ ചർച്ച അനുവദിക്കുകയും ചെയ്താൽ ഇതെന്ത് ബാലൻസിങ് ചർച്ചയാണിത്? ഒരു വാചകം പൂർത്തിയാക്കാനും ഒരു ആശയം ക്ലാരിഫൈ ചെയ്യാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ ചർച്ച ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ചോദ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുക കേരളം മുഴുവൻ. എന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ അങ്ങ് നിഗമനത്തിലെത്ത്. എന്നിട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ പ്രശ്നം പരിഹരിക്കാം. ഞങ്ങൾക്ക് മറുപടിയില്ല, ഞങ്ങൾക്കിതൊന്നും പറയാനില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയാണോ ഈ അഭ്യാസം? വളരെ ക്ഷമാപൂർവ്വം അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾക്കൊന്നും പറയാനില്ല. CPM-ന്റെ പ്രതിനിധികൾക്ക് ഇതിനകത്ത് ഒരു മറുപടിയും പറയാനില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഇല്ലില്ല, ഞാൻ അത്ര മോശപ്പെട്ടൊരു മനുഷ്യനുമല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചു. അങ്ങ് തെറ്റിദ്ധരിച്ചത് 98-ൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അങ്ങ് 5 മിനിറ്റ് നിർബാധം ഞാൻ ഇടപെടാതെ മറുപടി പറയുകയാണ് എങ്കിലും ആ തെറ്റിദ്ധരിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അങ്ങ് മറുപടി പറയുക. അത് ഗുണം ചെയ്യില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അങ്ങ് പറയൂ, പൂർത്തിയാക്കും, ഞാൻ കേൾക്കാം. അതെ,
ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ഈ ചർച്ചയിൽ ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചോദ്യം ചോദിക്കുകയും മറ്റുള്ളവർ അതിൽ കയറി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനല്ലല്ലോ പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ ഈ ചർച്ച ചെയ്യുന്നത്. ആ വിഷമം ശ്രീമതി മാധുവിനും ഉണ്ടായ പ്രശ്നം തീർന്ന്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് 2019 അവിടെ മാധു ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീമതി മാധു ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു 2019 അവിടെ പൂശിയ സ്വർണത്തിന് കണക്കുണ്ടെന്ന്. അതുണ്ടെങ്കിൽ വളരെ സന്തോഷം. കാരണം ഈ അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും വസ്തുത കണ്ടുപിടിക്കാനും അത് എളുപ്പമാണ്. നമ്മുടെയൊക്കെ ആശങ്ക എന്താ, 2019 അവിടെ പൂശിയ സ്വർണം എത്ര, അത് കഴിഞ്ഞ് ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ എത്ര സ്വർണം, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മാത്രം മതി ശബരിമലയിൽ എത്ര സ്വർണം പുറത്തു പോയെന്നുള്ളത്. അപ്പോൾ ഇനി ഇത് ആരുടെ കാലത്താണ് സ്വർണം പുറത്തു പോയത് എന്നുള്ളത് അതാണല്ലോ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ശബരിമല കേസിനകത്ത് നല്ല ആത്മവിശ്വാസത്തോടെ അതിനെ സമീപിക്കാൻ പറ്റും. നേരെ മറിച്ച് 2019 അവിടെ വെച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ അളവ് കൃത്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് വരുന്നത് ഇത് 2019 മുതൽ 2019 എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൂശിയ സ്വർണം വരുന്നത് അല്ല, സ്വർണം അവിടെ വിജയം വലിയ കൊണ്ടുവയ്ക്കുന്നത് 1998 അപ്പം 98 മുതലുള്ള സ്വർണത്തിൻ്റെ കണക്ക് ശബരിമലയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരുടെ കാലത്താണ് ഈ സ്വർണം പുറത്തു പോയത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ 1-2 ബോർഡിന്റെ കാലത്തേക്കല്ല പോകുന്നത്, പഴയ ബോർഡിന്റെ കാലത്തേക്ക് പോകണം. പഴയ ബോർഡുകളെല്ലാം പല ബോർഡുകളും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്കറിയാം. ഇതുപോലെ ചാനൽ ചർച്ചയൊന്നും നിങ്ങളാരും സംഘടിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഓർമ്മയുള്ളവർക്കെല്ലാം അറിയാം. അവിടെ VS അച്യുതാനന്ദന്റെ കാലത്ത് അവിടെ നടന്ന കോൺഗ്രസ് നിശ്ചയിച്ച ബോർഡുള്ള സമയത്ത്, അത് ശ്രീ രാമൻ നായരെ പോലുള്ള ആളുകളുടെ ബോർഡുള്ള സമയത്ത്, പ്രയാറിൻ്റെ ബോർഡുള്ള സമയത്ത് ഒക്കെ അവിടെ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ VSന് നിശ്ചയിക്കേണ്ടി വന്നത് അവിടുത്തെ അഴിമതി കണ്ടുപിടിക്കാനാണ്. അതിനുശേഷമാണ് വേറൊരു കമ്മീഷനെ പിന്നീടും അവിടെ നിയമിക്കപ്പെട്ടു. അതെല്ലാം എന്ന് പറഞ്ഞാൽ ശാന്തി നിയമനത്തിലെ, സ്റ്റാഫിൻ്റെ നിയമനത്തിലെ, ശർക്കര വാങ്ങുന്നതിലെ, പാത്രം വാങ്ങുന്നതിലെ, അവിടുത്തെ മറ്റ് അഴിമതി, ഇതെല്ലാം വർഷങ്ങളായിട്ട് നടന്നു വരികയും അതിന് തടയിടാൻ ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു. അങ്ങനെയാണ് അവിടെ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ നമ്മുടെ VS അച്യുതാനന്ദൻ നിയമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതിൻ്റെ തുടർച്ചയിലാണ് ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ നേതാവ് ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ അഴിമതി കേസിൽ പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ വിജിലൻസ് കേസ് നിലനിൽക്കുകയാണ്. 1,87,00,000 വിജിലൻസ് കേസ് നിലനിൽക്കുകയാണ്. അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അനധികൃതമായി TA എഴുതിയെടുത്തതിൻ്റെ വിജിലൻസ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ ശർക്കര വാങ്ങിയതിനുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതെല്ലാം ശബരിമലയിൽ പണ്ട് നടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് സാങ്കേതികവൽക്കരിച്ച് ശബരിമലയിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ട് ചെന്നൈയിലെ NIC കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ഞങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളും സൈറ്റിൽ കിട്ടത്തക്കവണ്ണം ഒരു തരി സ്വർണം പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും അവിടെ നഷ്ടപ്പെടാൻ പാടില്ല എന്നെടുത്തത്. ഇനി അതിൻ്റെ ഏറ്റവും ഉയർന്ന സൂപ്പർലേറ്റീവ് സ്റ്റെപ്പാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ, കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് പരിചയമുള്ളൊരു ഭരണാധികാരിയെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ യാതൊരു തെറ്റും സംഭവിക്കരുതെന്ന വാശി CPIMനും ഗവൺമെന്റിനും ഉള്ളതുകൊണ്ടാണ് മാധു. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. പത്മകുമാർ തെറ്റുകാരനാണ്. പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് CPIM അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, എനിക്ക് സമയം തന്നില്ലെങ്കിലും വേണ്ടില്ല. പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ശരിയായ സമയത്ത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് പത്മകുമാറിനെ ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ഇത് പുറത്താക്കിയാലും ഈ ചർച്ച ഇന്ന് അവസാനിക്കില്ല. നാളെ ഇതിന്റെ 10 ഇരട്ടി ചർച്ച നടക്കും. അപ്പോൾ പോകുന്ന വേറെ തലങ്ങളിലോട്ടാ. ആ തലങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയാം. കൈക്കല ഒഴിവാക്കണ്ട, ചിലപ്പോൾ പൊള്ളിപ്പോയാലോ. ഈ പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ട് 2019 എന്ന് ഞാൻ പറഞ്ഞില്ല. ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്ക് 2019 എന്റെ കാലത്തെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂശിയ സ്വർണത്തിന്റെ കണക്ക് എന്നുള്ളതല്ല. പിന്നെ 2010 ഒരു മിനിറ്റ് അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല എന്നുള്ളതായിരുന്നല്ലോ. കേട്ടോ, അല്ല ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മാധുവിന്റെ മാനേജ്മെന്റ് പല കാര്യത്തിലും കൈ പൊള്ളിയിട്ടുണ്ട്. ആ പൊള്ളലൊന്നും CPM പൊള്ളത്തില്ല. കൈക്കല കൂടാതെ എടുത്ത് കളയുന്ന രീതി നല്ലതല്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ സ്വാഭാവികമായി. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലല്ല, ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ?
ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണേ. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് പൊള്ളിയത് ആർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂശിയ സ്വർണത്തിന്റെ കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ പി കെ ഗോപൻ. ഞാൻ പറഞ്ഞത് 2019 എന്റെ കാലത്ത് കണക്കെടുത്തു. എന്റെ കാലത്ത് ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കെടുത്തു എന്ന് എ പത്മകുമാർ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. 2010 കോമഡിയാണത്. എന്താണെന്നറിയാമോ? 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ കണക്കും എടുത്താൽ അവിടെ ഏറ്റക്കുറച്ചിൽ ഉള്ളത് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. 2019 സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെയും കണക്ക് കൂട്ടി നോക്കിയിട്ടല്ല പാർട്ടി ചാനലിലിരുന്ന് അങ്ങനെ ഒരു പുതിയ സമവാക്യം ഞാൻ കേട്ടിരുന്നു. അത് അവിടെ അങ്ങനെ കിടക്കട്ടെ. പക്ഷെ 98 സ്വർണം, 98 പതിപ്പിച്ച സ്വർണം, അതിന്റെ കണക്കും ഇപ്പോഴത്തെ കണക്കുമാണ്. 2019 സ്വർണവും ഇപ്പോഴത്തെ സ്വർണവും അല്ല കൂട്ടി നോക്കേണ്ടത്. 98 പതിപ്പിച്ച സ്വർണവും ഇപ്പോഴവിടെ ബാക്കിയുള്ള സ്വർണവും കണക്ക് കൂട്ടുമ്പോഴാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്ക് മനസ്സിലാക്കുക. ഒരു മിനിറ്റ്, അങ്ങനെയല്ല അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ. അങ്ങ് അങ്ങനെയല്ല പറഞ്ഞത്. 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെങ്കിൽ ആ കണക്കും ഇപ്പോഴത്തെ കണക്കും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് അങ്ങ് പറഞ്ഞത്. വിജയമല്യ ഞാൻ ആവർത്തിക്കാം. വിജയമല്യ പൂശിയ സ്വർണത്തിന്റെ കണക്കും ഈ സെക്കൻഡിൽ ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കും തമ്മിൽ പരിശോധിക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് മുതൽ ചർച്ച തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞത് 2019 കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ 2019 ആ കണക്കും ഈ കണക്കും കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമല്ലോ എന്നുള്ളതാണ്. പരിപൂർണ കമ്മീഷനെ VS നിയമിച്ചിട്ട് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊന്നും അറസ്റ്റിലായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഈ കാലഘട്ടത്തിനുള്ളിലുണ്ടായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അനിതര സാധാരണമായി അറസ്റ്റിലാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൗതുകം. 2, പിന്നെ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് സർക്കാരിന്റെ അവിടെ ഒരു അട്ടിമറിയും ഉണ്ടാകരുതെന്നുള്ള വാശി കൊണ്ടാണ്. ഈ വാശി പൊട്ടി മുളച്ചുണ്ടായോ? ഈ വാശി ഇപ്പോഴുണ്ടായത് ഹൈക്കോടതി കേസെടുത്തത് കൊണ്ടാണ്. ഹൈക്കോടതി അന്വേഷണം SIT നിയമിച്ചത് കൊണ്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരികയും ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ്. പ്രശാന്തിന് പിന്നീട് വീണ്ടും ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിലോ കെ ജയകുമാർ അവിടുത്തെ ഈ വാശി കാരണം മലകയറി പോകുമായിരുന്നോ? ഇല്ല. അപ്പൊ ആ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്നുണ്ടാവണം. ഉദ്ദേശശുദ്ധി എൻ വാസു ഉണ്ടാകുമ്പോഴില്ല. എൻ വാസുവിന്റെ കാലപരിധി, അതായത് കമ്മീഷണറുള്ള അദ്ദേഹത്തിന്റെ കാലപരിധി കൂട്ടിക്കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ സർക്കാരാണ്. കേട്ടോ, ഉദ്ദേശശുദ്ധി പൊട്ടി മുളച്ചതല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ പി കെ ഗോപൻ. ഉദ്ദേശശുദ്ധി എൻ വാസുവിനെ കമ്മീഷൻ ആക്കിയപ്പോഴില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോഴില്ല, എ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോൾ ഉദ്ദേശശുദ്ധി അവകാശപ്പെട്ടില്ല. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോൾ മാത്രം മികച്ച ഉദ്ദേശശുദ്ധി. നല്ലത്. ഇനിയും തുടരട്ടെ. ശ്യാംരാജ് അങ്ങയിലേക്ക് വരാൻ ഏറെ വൈകി, എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ശ്യാംരാജ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു പരികർമ്മിയോ പിന്നീട് വെറും ഒരു സ്പോൺസറോ കുറെ അധികം കാശ് മറിക്കാൻ ശേഷിയുള്ള ഒരാളോ ഒന്നുമല്ല. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളുടെ ബിസിനസ് പാർട്ട്ണർ കൂടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അത് മാത്രമല്ല, ഇപ്പൊ ഇതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തോ നിഷ്കളങ്കരാണ് ഈ പറഞ്ഞ പോലെയുള്ള എൻ വാസുവും ശ്രീ പത്മകുമാർ എന്നൊക്കെ തോന്നിപ്പോ. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ കേരളത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ഓഫീസിലൊക്കെ ഡേറ്റ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഇവിടെ രേഖകളൊന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കമ്പ്യൂട്ടറൈസേഷൻ വന്ന ഏത് കാലത്ത് അതിനു മുമ്പ് ഈ രാജ്യത്ത് യാതൊരു രേഖകളും ഇല്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ശരി, ഞാൻ ഇദ്ദേഹത്തിന്റെ വാദം ഞാൻ അംഗീകരിച്ചെങ്കിൽ പറയാം. ഈ ശബരിമലയിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് ഈ പത്മകുമാറിനോട് ആരാ പറഞ്ഞത്? ഇവർ പറയുന്ന രേഖകൾ ഇല്ലെന്നാണല്ലോ, സ്വർണ്ണമാണെന്ന രേഖകൾ ഇല്ലെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണമല്ല ചെമ്പാണെന്ന് പത്മകുമാറിനോട് ആരായിരുന്നു പറഞ്ഞിരുന്നത്? അതിനുശേഷം ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടതനുസരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് 43 പവൻ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 43 പവൻ എന്നുള്ള കണക്ക് കൃത്യമായിട്ട് എവിടെന്നാ കിട്ടിയേ?
ഇവർക്ക് ഇവരുടെ കള്ളത്തെ 49 അപ്പൊ ഇവർക്ക് ഇവരുടെ കള്ളത്തരത്തെ ഇവരുടെ കൊള്ളയെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് പറ്റുന്ന രീതിയിലുള്ള പല പല കണക്കുകൾ എടുത്തിട്ട് അല്ലെ. ഇതിങ്ങനെയൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ഈ കാര്യങ്ങൾ നീണ്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടക്കം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. തുടക്കത്തിൽ ഒരു പറഞ്ഞെന്നറിയോ, ശബരിമലയിൽ സ്വർണം പൂശിയിട്ടേ ഉണ്ടായിരുന്നിട്ടില്ല അങ്ങനെ ഒരു കണക്കേ ഉണ്ടായിരുന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ പ്രശ്നം അതിലെ എമൗണ്ട് എത്രമാത്രം സ്വർണം പൂശി എന്നുള്ളതാണ്. പിന്നീട് ഇപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ നേതാക്കന്മാർ പൂശിയില്ലെന്ന് എന്നിട്ട് അത് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും തരാതരം പറ്റുന്ന രീതിയിലേക്ക് ഈ വാദങ്ങൾ മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഇനി 98-99 കാലഘട്ടത്തിൽ സ്വർണം പൊതിയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ UB ഗ്രൂപ്പിന്റെ ആളുകൾ സ്വർണം ശബരിമലയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് അന്നത്തെ നയന സർക്കാർ ആദ്യം സ്വർണം കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. സ്വർണം കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാതിരുന്നിട്ട് അവസാനം ഹൈക്കോടതിയിൽ പോയി, ഈ സർക്കാർ ചോദിക്കുന്ന പണമാണ് നോക്കണേ, അന്നേ ഇത് അടിച്ചു മാറ്റാൻ കൊള്ള ചെയ്യാനുള്ള പണിയൊക്കെ അവർ നോക്കിയിരുന്നു. പക്ഷെ അങ്ങനെ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ സ്വർണം മൊത്തം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അന്ന് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ 98-99 കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇത്രമാത്രം ചർച്ചയായിട്ടുള്ള വിഷയം. ഇനി ആ സമയത്തെ മുഴുവൻ അച്ചടി മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ പത്രം വായിക്കാത്താരെന്ന് പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലോ. ആ സമയത്തെ മുഴുവൻ അച്ചടി മാധ്യമങ്ങളിലും വലിയ തലക്കെട്ടോട് കൂടി വന്ന ആ വാർത്ത ഇവർ ഏത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ആ വാർത്ത വന്ന സമയത്ത് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇരിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പത്മകുമാർ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വീഡിയോകളടക്കം ഈ കാലഘട്ടത്തിൽ ഈ ഗോവൻ പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ ജിയോ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത്രമാത്രം നുണ പറയാൻ ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവും. അത് സാധിക്കുമെങ്കിൽ ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ ഇത്രമാത്രം സത്യസന്ധരാണെങ്കിൽ ശബരിമലയോടും അയ്യപ്പനോടും ശബരിമലയിലെ ഭക്തരോടും നിങ്ങൾക്ക് ഇത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം നിങ്ങൾ കേരളത്തിലെ ഭക്തരിൽ നിന്ന് ഒളിച്ചു വെച്ചു? ഒന്ന് നോക്കൂ, ഈ ശബരിമല വിഷയം ഉണ്ടാകുന്നത് എങ്ങനെയാ? ഇവിടുത്തെ സർക്കാർ ഉത്തരവിട്ടിട്ടല്ല, സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹത്തെ അറിയാതെ 2025 ചെന്നൈക്ക് ഇവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി എന്ന് കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കോടതി അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്താ നിങ്ങളുടെ ഇത്ര വലിയ സത്യസന്ധന്മാരാണെങ്കിൽ ഈ കാര്യം ജനങ്ങളോട് പറയാതിരുന്നത്? ഇനി രണ്ടാമത്, നിങ്ങൾ തുടക്കം മുതൽ ഈ വിഷയം പുറത്തായ ആ സമയത്ത് തന്നെ നിങ്ങൾ പറയുന്നതാണ് പോറ്റിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല, ഏതോ ഒരു പോറ്റി അല്ലെങ്കിൽ ഏതോ അവതാരമാണ്. ഈ അവതാരത്തിന് വാസവനായിട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ശ്രീ A. പത്മകുമാറുമായിട്ട് ശ്രീ N. വാസുവുമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുമോ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായുള്ള ഒരു വിവരവും ഇതുവരെയുമില്ല. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായ ഡാറ്റ വേണമേ. ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ, കടകംപള്ളി ഉണ്ടല്ലോ, ഓക്കെ, കടകംപള്ളിയായിട്ട് സംശയമില്ലല്ലോ, കടകംപള്ളി സുരേന്ദ്രനായിട്ട് ബന്ധമുണ്ടായിരുന്ന സംശയമില്ലല്ലോ. അപ്പോ അതൊക്കെ തുടക്കത്തിൽ എന്താ പറഞ്ഞ ഏതോ ഒരു പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത് എങ്ങനെ ചെല്ലാൻ വേണ്ടി പറ്റുക? ചെറിയ ഫംഗ്ഷന് പോലും ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അടുത്ത് എങ്ങനെ ചെല്ലാൻ വേണ്ടി പറ്റുക? A. പത്മകുമാറിന്റെ വീട്ടിൽ ഏത് MLA ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള A. പത്മകുമാറിന്റെ വീട്ടില് ഈ ഏതോ ഒരു പോറ്റിക്ക് ഒരു അവതാരത്തിന് എങ്ങനെ കടന്നു ചെല്ലാൻ വേണ്ടി പറ്റും? പത്മകുമാറിന്റെ വീട്ടിൽ നിത്യസന്ദർശനമായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അടക്കം പാർട്ണറാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഒരു കത്തെഴുതി ആദ്യം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നത് ശരിയുമാണ്. പിന്നെ VN വാസുദേവൻ ദേവസ്വം മന്ത്രിയാണ്. VN വാസുദേവനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിലൊരു കൗണ്ടർ വരുമ്പോ അത് നിങ്ങൾ വിട്ടേക്കൂ എന്ന രീതി ആ നിലയ്ക്ക് പറഞ്ഞു പോകരുത് കേട്ടോ ശ്യാമേ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഉത്തമ ബോധ്യവും അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഞാൻ പറഞ്ഞല്ലോ, മാധു നിൽക്കുന്ന അങ്ങനെ പഠിപ്പിക്കല്ലേ, ഞാൻ ചിത്രം കണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ, സോണിയാഗാന്ധി അടക്കമുള്ളവരുടെ ഒപ്പം ഒക്കെ ഈ അവതാരങ്ങളുടെയൊക്കെ ഒരു പൊതുവെയുള്ള രീതിയാണെന്ന്. ഇത് നാലാറിയുന്ന ആരെ കണ്ടാലും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. അത് വെച്ച് കുറ്റം ചേർത്താനൊന്നും പറ്റില്ല. മാധു ഒരവസരം കിട്ടിയപ്പോ CPM-നോട് വെളുപ്പിക്കല്ലേ? VN വാസവന്റെ ഒപ്പം ഈ കടകംപള്ളി സുരേന്ദ്രനൊപ്പം വെളുപ്പിക്കൽ ആരോപണമൊക്കെ തരാതരം എല്ലാവരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വസ്തുത വേണമെന്നേ ഉള്ളൂ. ഏത് അടിസ്ഥാനമില്ല. A. പത്മകുമാറിന്റെ വീട്ടിലെ സ്ഥിര സന്ദർശകൻ, കടകംപള്ളി സുരേന്ദ്രനോടുള്ള ഒക്കച്ചങ്ങായി, N. വാസുവുമായിട്ടുള്ള ഒക്കച്ചങ്ങായി, ശബരിമലയിലെ സ്വർണ്ണം മൊത്തം എടുത്തുള്ള ഒരു കട്ട് വീഴ്ചയാള്, അയാൾക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഫോട്ടോ കണ്ടു എന്ന് പറയുമ്പോൾ അത് മറ്റേതൊരാളെയും പോലെ മാത്രമുള്ള ചിത്രമാണ് എന്ന് മാധു പറയുന്നുണ്ടെങ്കിൽ മാധു അത് വെളുപ്പിക്കൽ തന്നെ. അല്ലല്ല,
അതുപോലെയുള്ള ചിത്രമാണെന്ന് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതുപോലെ ചിത്രം അല്ലെന്ന് പറയാനും ആധികാരികമായ തെളിവ് എന്റെ പക്കലില്ല. എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് വെളുപ്പിക്കലാണെന്നോ കുട്ടിയടിക്കലാണെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനപൂർവ്വം വെച്ചനുവദിച്ചു തരുന്നു ശ്യാംരാജ്. പക്ഷേ VN വാസവനുമായി മാത്രം ബന്ധം അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. VN വാസവനൊപ്പമുള്ള ചിത്രം അങ്ങ് കണ്ടുവെങ്കിൽ ശരി, ഞാനും കണ്ടിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ചിത്രം, സോണിയാഗാന്ധിയും ഒപ്പമുള്ള ചിത്രം, അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രം, അങ്ങനെ പല ചിത്രങ്ങൾ ഞാനും കണ്ടു. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളോ ദേശീയ രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പം ഇവരൊക്കെ ചിത്രം എടുക്കാറുണ്ട്. ആ ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയില്ല ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശ്യാം, എനിക്കതിൽ തർക്കമില്ല. നോക്കൂ, ഇതല്ല വിഷയം. സാഹചര്യ തെളിവ് എന്ന് പറഞ്ഞ ഒന്നില്ലേ, നിലവിലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയല്ല അദ്ദേഹം. ഇതുവരെയുള്ള മുഴുവൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരുമായിട്ടും ദേവസ്വം മന്ത്രിയുമായിട്ടും ബന്ധമുള്ള ഒരാള് നിലവിലെ ദേവസ്വം പ്രസിഡന്റ് മന്ത്രിയുടെ ഒപ്പം ഒരു ഫോട്ടോ കണ്ടപ്പോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ മാതൃത്വം കൊള്ളുന്നതിനും ഒന്നും അല്ല ശ്യാമേ. അല്ല, നിരവധി ചിത്രങ്ങൾ ഒരേ സമയത്ത് പുറത്തു വന്നതുകൊണ്ടാണ് അതിലൊരു കാര്യം മാത്രം എടുത്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചു പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം, ഞാൻ അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്കിനും പറയുന്ന കേൾക്ക് നോക്കൂ, നിലവിൽ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് എൻ വാസു പത്മകുമാർ തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നും ആയിരുന്നില്ല. ഇവരെ തമ്മിൽ കൂട്ടിയിണക്കിയതാരാ? ഇവർ തമ്മിൽ പല കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരെ തമ്മിൽ കൂട്ടിയിണക്കി തീർന്നില്ല. ഇവരെ തമ്മിൽ കൂട്ടിയിണക്കിയതാരാ? ഇവരെക്കാളും ഇവരൊക്കെ ഒരു ബോസായിരിക്കുമല്ലോ. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നത്, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനും എൻ വാസുവിനും മുഖ്യമന്ത്രിക്കും ബന്ധമുണ്ട്. കാരണം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ഇവരുടെ ഇത്രമാത്രം നേതാക്കന്മാർക്ക് ഈ മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ഇത്ര വലിയ കൊള്ള നടത്താൻ വേണ്ടിട്ട് പറ്റില്ല. മുഖ്യമന്ത്രിയുടെ CPM-ന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവരെയാണ്. എനിക്ക് സമയം കിട്ടില്ല, ഞാൻ പറയട്ടെ, അവരെയാണ് ശബരിമലയുടെ ചുമതല ഏൽപ്പിച്ചതെന്ന്. എന്നിട്ട് ഇത്രമാത്രം തെളിവുകൾ പുറത്തു വന്നപ്പോ ഇത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ പുറത്ത് ഒന്നുമല്ലേലും നിലവിൽ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് 950 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നല്ലോ ദ്വാരപാലക ശില്പങ്ങളിലും വാതിൽപ്പാടിലും കൂടെ. അതിന് CPM-ന്റെ പ്രതിനിധിക്ക് എതിരഭിപ്രായമില്ലല്ലോ. അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞത് അവിടെ സ്വർണം എത്ര ഉണ്ടായിരുന്നു അറിയില്ലെന്നാണ്. പക്ഷേ 981 ഗ്രാമിന്റെ കണക്ക് ഹൈക്കോടതിയിൽ വിജിലൻസ് കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ എന്തിനാണ് കള്ളം പറയുന്നത്? അപ്പൊ ശബരിമലയിൽ സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഉദ്ദേശശുദ്ധിയെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടതൊക്കെ. ഈ ഉദ്ദേശശുദ്ധിയെ തന്നെയാണ് ചോദ്യം ചെയ്തത്. ഈ കണക്കുകളും ഈ പറയുന്ന അവിഹിതമായ അവിശുദ്ധമായ ഇത്തരം കൂട്ടുകെട്ടുകളെയും കുറിച്ച് തന്നെയാണ് നമ്മൾ എല്ലാവരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ആരോപണം വെക്കുമ്പോൾ അതിന് തെളിവായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ അങ്ങ് ആരോപിക്കുന്ന തരത്തിലും വെളുപ്പിക്കൽ എനിക്ക് താല്പര്യമില്ല ശ്യാമേ. ഒരിടവേള. ഒറ്റ കാര്യം എല്ലാവരോടും പറയുന്നതിന് 8 മിനിറ്റാണുള്ളത്. 4 പേർക്കും 2 മിനിറ്റ് വീതം എന്ന നിലയ്ക്കാണ്. അത് അധികമായി അപഹരിക്കരുത്. ശ്രീ രാജു പി നായർ, ശ്രീ ഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒരു രാഷ്ട്രീയ പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ പത്മകുമാറിനുള്ളത്. അതിൽ ജനങ്ങളെ ഏൽപ്പിച്ച അധികാരമില്ല, സർക്കാർ ഏൽപ്പിച്ച അധികാരമില്ല, ഒന്നുമില്ല. അപ്പോൾ ധാർമ്മികമായൊരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് അതിൻ്റെതായ ചട്ടങ്ങളും അതിൻ്റെതായ സമയവും ഉണ്ടാകുമല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ എന്നുള്ളതാണ്. പത്മകുമാർ ആദ്യം ഈ സംഭവം എല്ലാം ഉണ്ടായപ്പോൾ പറഞ്ഞത് എന്താ? ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും, മറ്റൊന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടല്ലേ. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അയ്യപ്പൻ്റെ മുതൽ കക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇത് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അയ്യപ്പൻ ആ ശബരിമലയ്ക്കുള്ള ഇതിനകത്തുള്ള ശ്രീകോവിലിന് ചുറ്റും സ്വർണം പതിപ്പിച്ചല്ലെന്ന് ആർക്കറിയാതെ. എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചർച്ച, ഒരു കള്ളു കച്ചവടക്കാരൻ്റെ ഇന്ന് ശബരിമല അയ്യപ്പന് സ്വർണം മേടിക്കുമെന്നുള്ള ചർച്ച വരെ നടന്നിട്ടുണ്ട്. ആർക്കാ അറിയാതിരുന്നത്? അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് വന്നപ്പോൾ അത് പിത്തള ഇട്ടാൽ പിടിക്കപ്പെടും, ചെമ്പാണ് കുറച്ചുകൂടി നല്ലതെന്ന് തിരുത്തിയ കള്ളൻ, ആ കള്ളൻ ഇന്നിപ്പോൾ ആര് വേണേൽ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ സംരക്ഷണയിലാണ്. ആ സംരക്ഷണമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തത്. കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന മനുഷ്യരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിശ്വാസം ആത്മീയവിശ്വാസം മാത്രമല്ല, അതല്ലാതെ എല്ലാ തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം കാണിച്ചു എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സാമ്പത്തിക ഇടപാടുന്ന ഹൈക്കോടതി നിയോഗിച്ച SIT കണ്ടുപിടിച്ചതിന് ശേഷവും അയാളെ ഇന്ന് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പുറകിൽ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരുണ്ട് എന്നുള്ള കൃത്യമായി തന്നെയല്ലേ. ഇനിയും സംരക്ഷിക്കപ്പെടേണ്ട. പത്മകുമാറിന്റെ ആസ്തി അറിഞ്ഞില്ല. നിങ്ങൾ EP ജയരാജന്റെ വൈദകത്ത് റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? EP ജയരാജന്റെ വൈദക റിസോർട്ടിനെ കുറിച്ച് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിരുന്നോ? പിണറായി വിജയന്റെ മകളുടെ എക്സാലോജി കമ്പനി പാർട്ടിയോട് പറഞ്ഞിരുന്നോ?
അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ പാവപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ പോലും കൊടുക്കുന്നില്ല. ഇമാതിരി തട്ടിപ്പ് വർത്തമാനമൊക്കെ ഇനി നിർത്ത്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിച്ചു ജനങ്ങൾക്ക് പോലും, നിങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ കഴിയുന്നല്ലോ. നിങ്ങൾ പോലും ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയല്ലേ. എന്നിട്ട് അയാളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് നിന്നിട്ട് വിടുവായി അടിക്കരുത്, വെറും വിടുവായി അടിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ആർജവത്തോടു കൂടി പറയും. ഏത് ആർജവം? ഈ ആർജവത്തോട് പറയല്ലാണ്ട് എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? ശിവശങ്കരൻ 250 ദിവസം മുഴുവനായിട്ട് ജയിലിൽ കിടന്നു. എന്തായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്? ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് CPI എടുത്ത് രാഷ്ട്രീയ ദൗത്യത്തിന് അയച്ചതല്ലേ ശിവശങ്കരനെ? അദ്ദേഹത്തിന്റെ ലോക്കറിൽ നിന്നല്ലേ 1.5 കോടി രൂപ പിടിച്ചത്. അപ്പൊ ഈ ആർജവം എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന വാചകത്തിന്റെ ആർജവമാണ്. അതല്ലാതെ കള്ളത്തരത്തിൽ പിണറായി വിജയനാണ് ഇതിനകത്തുള്ള കള്ളൻ. പിണറായി വിജയന്റെ കാർമികത്വത്തിൽ നടന്ന ശബരിമലയിലെ കൊള്ളയാണ്. അതുകൊണ്ട് സ്വർണ്ണ വിജയൻ ഉൾപ്പെടെ ഡോക്ടർ പി കെ ഗോപൻ, കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി ഈ രണ്ടുപേരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP-യുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ആരോപണങ്ങൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. സ്വർണ്ണ വിജയൻ അകത്തേക്ക് പോകും, ഒരു സംശയം വേണ്ട. അതിൽ 2 മിനിറ്റല്ലേ ഉള്ളൂ. എനിക്കും ആ സമയം അധികം വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ശ്രീമതി മാധു ഇവിടെ പറഞ്ഞു, മറ്റ് പല സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ കൊണ്ടുവന്നത് പ്രശാന്തിന് നീട്ടിക്കൊടുക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഏതെങ്കിലും മുൻ പ്രസിഡന്റുമാർക്ക് CPM സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ടോ? ഒരാൾക്കും കൊടുത്തിട്ടില്ല എൻ്റെ അറിവിൽ. പ്രശാന്തിന് നീട്ടിക്കൊടുക്കുമെന്ന് നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചേ? നിങ്ങൾ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ നീട്ടിക്കൊടുത്തില്ലെന്ന് പറയുന്നു. രണ്ടാമത്, അഴിമതി നടത്തിയത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ്. ശരിയാണ്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് സമീപനം അതാണെങ്കിൽ ഞാനത് അഡ്മിറ്റ് ചെയ്യാം. സുരേന്ദ്രൻ, BJP-യുടെ പ്രസിഡന്റായിരുന്ന ശ്രീ സുരേന്ദ്രൻ്റെ കുഴൽപ്പണക്കേസ് നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണ് നിങ്ങൾ സമ്മതിക്കൂ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ 10 വർഷം പക്ഷാഘാതം പിടിപെട്ട് കിടന്ന ഒരു മനുഷ്യൻ്റെ വിയർപ്പും കണ്ണീരും കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിച്ച് കേരളത്തിലെ 1ാമത്തെ സ്വകാര്യ ചാനൽ വിലയ്ക്ക് വാങ്ങിച്ച് അംബാനിയെക്കാളും അദാനിയെക്കാളും പണക്കാരനാകാൻ പരിശ്രമിക്കുന്ന ഒരു വലിയ മുതലാളിയായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, കേരളത്തിലെ RSS-ൻ്റെയും BJP-യുടെ നേതാവ് സംഘമിത്രങ്ങൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തെ പൂർണ്ണമായും വിലക്കെടുത്തുകൊണ്ട് പോയത് ആ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂമി ഇടപാടിലെ അഴിമതി നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണെങ്കിൽ, ഇത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാണെന്ന് സമ്മതിക്കാം. ആ പാർട്ടിയുടെ ശൈലിയാണ് ഞങ്ങൾക്കും ആരോപിക്കുന്നതെങ്കിൽ ഞങ്ങളത് സമ്മതിക്കാം. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏത് തെളിവാണ് പ്രതിപക്ഷത്തിനുള്ളത്? നാളെ SIT കൊണ്ട് കൊടുത്താട്ടെ, നാളെ ഹൈക്കോടതി കൊണ്ട് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടേ കൊടുക്കാനാണ് ഞങ്ങൾ പറയുന്നത്. അത് കുറച്ചുകൂടെ സൗകര്യമാണ് SIT-ക്ക്. നിങ്ങൾ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ. കടകംപള്ളി സുരേന്ദ്രന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണോ അവിടെ ഈ കവർച്ച നടന്നത് എന്നുള്ളത്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പിണറായിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒരെണ്ണം നിലനിൽക്കുന്ന പറ. കേരളത്തിൽ ED-യും CBI-യും നിങ്ങളും എല്ലാം മാധ്യമങ്ങളും എല്ലാം വർഷങ്ങളായിട്ടിട്ട് ചർച്ച ചെയ്യുന്നതിൽ ഒരു കേസ് നിലനിൽക്കുന്ന നിങ്ങൾ പറ. ലാവില്ലായിക്കോട്ടെ, എക്സാലോയിക്കോട്ടെ, കമല ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഈന്തപ്പഴമായിക്കോട്ടെ, സ്വർണ്ണമായിക്കൊള്ളട്ടെ, പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. രമേശ് ചെന്നിത്തലയുടെ കഴുത്തെ സ്വർണ്ണമാല കാണും, സതീശന്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണവും കാണും. പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അങ്ങനെ സ്വർണ്ണത്തിലും മറ്റു രീതിയിലും ജീവിക്കുന്ന ആളുകളുമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പറയുന്നത് നല്ലതാണ്. ശരി, അത് രാജു രാവിലെ നോക്കിയാൽ മതി, പരിശോധിച്ച് നോക്കിയാൽ മതി. എനിക്ക് ചോദ്യങ്ങളില്ലാത്തത് കൊണ്ട് വല്ല രണ്ടാം ഘട്ടത്തിൽ ഞാൻ ആരിലേക്കും ഉപചോദ്യങ്ങളുമായി പോകാത്തത് സമയം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഓക്കെ, കാര്യം ഈ ദ്വാരപാലക ശില്പങ്ങളാകട്ടെ, വാതിലാകട്ടെ, കട്ടിളപ്പടിയാകട്ടെ, ഈ 98-ന് ശേഷം ആദ്യമായി അവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് ഇത് പുറത്തേക്ക് പോകുന്നത് ഈ 2019-ലാണെന്ന് ഹൈക്കോടതി കൃത്യമായി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആകെ സംശയിക്കാനുള്ളത് ഈ ക്ലാഡിംഗ് പരിപാടിയാണെന്ന് വിധിയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നെങ്കിലും ഹൈക്കോടതി അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ തർക്കത്തിലില്ല. പക്ഷെ ദേവസ്വം സ്മിത്ത് ഉണ്ടല്ലോ അല്ലേ, ഇത് കൊണ്ടുപോകും മുമ്പ് ചെമ്പാണോ, പിത്തളയാണോ, പൊന്നാണോ, തങ്കമാണോ, സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അന്ന് നിറവേറ്റപ്പെട്ടിരുന്നെങ്കിലോ? ഇല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ആരും വിചാരിക്കാത്ത അയ്യപ്പൻ തന്നെയാണ് ഇതിനകത്ത് ഈ പറഞ്ഞ, നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള തീരുമാനവും ഈ കലാകാലങ്ങളിൽ നടന്നിരിക്കുന്ന കൊള്ള പുറത്തു വരാൻ വേണ്ടിയാണ് ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ചന്ദ്രഗ്രഹണ സമയത്ത് ഈ പാളി ഇളക്കാൻ തോന്നിയത്. അദ്ദേഹം അന്ന് ആ പാളി ഇളക്കിയില്ലെങ്കിൽ, ആ സംഗമത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സാധനം ഇളക്കിയില്ലെങ്കിൽ ഈ നിരന്തരമായി നടന്ന കൊള്ളകളൊന്നും പുറത്തു വരത്തില്ല. ഇതിപ്പോൾ അത് പുറത്തു വരാൻ വേണ്ടിയാണ്. കറക്റ്റ് കഴിഞ്ഞ ദിവസം അമാവാസി ദിവസമാണ് നമ്മുടെ പത്മകുമാർ സാർ അകത്തോട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ള ദൈവതുല്യർക്കെല്ലാം തുറന്നു വിട്ടിരിക്കുന്നത്. അതിപ്പോൾ ദൈവതുല്യരായിട്ടുള്ള ആരും ആയിക്കോട്ടെ,
അയ്യപ്പന്റെ മുതൽ കെട്ടിട്ടുള്ള അയ്യപ്പന്റെ അവിടെ നിന്ന് നടന്നിട്ടുള്ള കോടാനുകോടിയുടെ മോഷണങ്ങൾ, ആ മോഷണങ്ങളൊക്കെ നിർത്താനായിട്ട് അയ്യപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്യുന്ന അദ്ദേഹമാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇലക്ഷൻ സമയം വരിക, ഇങ്ങനത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടുക, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത്രയും വലിയ പ്രബലരെന്ന് തന്നെ പറയാം, കേരളത്തിന്റെ ഭരണത്തിലും അല്ലെങ്കിൽ അധികാരത്തിലും അല്ലെങ്കിൽ പണത്തിന്റെ രീതിയിലും അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളുടെ രീതിയിലും ഒക്കെ പ്രബലരായിട്ട് നിൽക്കുന്ന ഇനിയും വരാനുണ്ട്. ഇനിയും തന്ത്രം അങ്ങനെയൊക്കെയുള്ള കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇവരെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. ഇത് കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാര്യം അയ്യപ്പൻ കലിയുഗ വരദനാണ്. ഇത് കലിയുടെ കാലമാണ്. അയ്യപ്പനെ പറ്റിച്ചുകൊണ്ട് ആർക്കും പോകാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും അയ്യപ്പന്റെ ആക്ഷനാണ് ഈ നടക്കുന്നത്, അയ്യപ്പന്റെ എക്സിക്യൂഷനാണ് നടക്കുന്നത്. അതിനകത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ട്. ഏത് ദൈവതുല്യനാണായാലും സാഷ്ടാംഗം പ്രണമിച്ച് അയ്യപ്പന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വരുന്ന ഗുരുതരമായ പ്രഖ്യാപനം ജയിലിൽ കിടക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു സമൂഹത്തിലെ അവരുടെ ജീവിതകാലം മൊത്തം എത്ര വലിയ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയുള്ള ജീവിതകാലം മൊത്തം സ്വർണ്ണക്കള്ളനും സ്വർണ്ണക്കൊള്ളയുമായില്ലേ, അല്ലെങ്കിൽ അയ്യപ്പന്റെ മുതലുകെട്ടവനായില്ലേ? ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ അവർക്ക് കിട്ടാനുള്ളത്? അപ്പോൾ ബാക്കിയുള്ളവർ അത് ചിന്തിക്കുക. സമൂഹത്തിന് നല്ല ഇത് കൊടുക്കണമെങ്കിൽ ഞാൻ എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റി, ഇന്നതാണ് സാധനങ്ങൾ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുക. കാര്യം ഇതാരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അയ്യപ്പന്റെ റൂളാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ശ്യാംരാജ് ഇപ്പോ രാഷ്ട്രീയമായി ഇന്ന് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ ശ്രീ രാജു പിന്നാരോട് ചോദിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇത് നോക്കിയപ്പോൾ ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ, പീഡത്തിന്റെ കേസ് ഉണ്ടായപ്പോൾ പറഞ്ഞതെന്താണ്? അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ പീഠം കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങൾക്കൊക്കെ വലിയ പുണ്യവാളനായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞതൊക്കെ വേദവാക്യമായിരുന്നല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കായിരുന്നു യഥാർത്ഥത്തിൽ വേദവാക്യമായിരുന്നത്? ആരുടെ പുണ്യാളനും ആരുടെ പാർട്ണറുമായിരുന്നു എന്നുള്ളതടക്കം കാര്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ പൊളിയുന്നത് വരെയുള്ള ഈ ആത്മവിശ്വാസ പ്രകടനം എത്ര നാൾ കണ്ടു നിൽക്കേണ്ടി വരും? അതാണ് മാധു ഞാനും പറഞ്ഞു. അതിനുമ്പ് ഞാൻ ഇത്തിരി ഗോപം പറഞ്ഞൊരു ഉത്തരം കൊടുത്തിട്ട്, ഒന്ന് ഈ കൊടകര കേസൊക്കെ എന്നെ തേഞ്ഞുമാഞ്ഞു പോയത് നിങ്ങളുടെ സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്, നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, എന്തായി എന്തേലും ആയ ഒന്നും ആയില്ലല്ലോ. വെറുതെ അങ്ങോട്ടൊരു നിങ്ങളുടെ ഒരു പെരുംകൊള്ള അമ്പലത്തിലെ ക്ഷേത്രക്കൊള്ള വിളിക്കുമ്പോഴത്തേക്ക് ഇമാതിരി കള്ളക്കഥകളൊന്നുമായിട്ട് വരരുത്. കൊടകര കേസൊക്കെ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ട് അടക്കം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിരുന്നേ, അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് വേണ്ട, ഇവരുടെ പോലീസ് അല്ലേ അന്വേഷിക്കുന്നത്, അന്വേഷിക്കട്ടെന്ന് അല്ല, ഇവരുടെ പോലീസ് അല്ല ഇപ്പൊ അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടെ അത് കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയിരുന്നു. അവിടെയാണ് ED 3 കൊല്ലം അതിന് മുന്നിൽ അടയിരുന്നത്. ആ കേസിലേക്ക് പോകാതിരിക്കുന്നതാണ് ശ്യാമ നല്ലത്. ഇത് പറയൂ. കൊടുത്തിട്ട് പറയട്ടെ. ഇനി രാജീവ് ചന്ദ്രശേഖർ 23 വർഷം മുമ്പ് സുപ്രീം കോടതിയിൽ തീരുമാനമായിട്ടൊരു കേസ് വന്നിട്ട് അത് BPL ലിമിറ്റഡുമായിട്ട് അദ്ദേഹത്തിന് ഒരു കാലത്ത് ഒരു ഷെയർ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഉടമസ്ഥയുണ്ടായിരുന്ന BPL മൊബൈൽസ് ആണ്. അത്തരത്തിലുള്ള കള്ളക്കഥകളൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്നെ പൊളിഞ്ഞടങ്ങിയില്ല, ഊതി വീർപ്പിച്ച് ബലൂൺ പോലെ പൊട്ടിപ്പോയില്ല. കേരളത്തിൽ ചർച്ചയായോ? നിങ്ങളുടെ DYFIക്കാർ കുറെ സമരങ്ങളൊക്കെ ആയിട്ട് വന്നല്ലോ, എന്താ ഏറ്റെടുക്കാൻ വേണ്ടി പറ്റാതെ പോയത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. 23 കൊല്ലം മുമ്പ് തേഞ്ഞു മാഞ്ഞോ ഇല്ലാതെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു കേസ്, അതും വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്യാനൊന്നും നടക്കൂല. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? മാധു എന്നോട് ചോദിച്ചു പറഞ്ഞ തിരഞ്ഞെടുപ്പിന്റെതാണോ? ഇവിടെ തുടക്കത്തിൽ ഇവർ പറഞ്ഞ എന്താണ്? ആഗോള സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം കൊടുക്കുന്നത്. അതിനാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പൊ അവസാനം വന്ന് നിൽക്കുന്ന പോയിന്റ് എവിടെയാണ്? കടകംപള്ളി സുരേന്ദ്രൻ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞ ഏതോ ഒരു പോറ്റിക്ക്, ഇവർ പറഞ്ഞ ഒരു അവതാരത്തിന്, ആ അവതാരത്തിന് ശുപാർശ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ജാമ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നും ആലോചിച്ച് നോക്ക്. അതായത് ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിയതോ കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഇവരുടെ ഈ റെക്കോർഡ്സുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയാണ് മുൻ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി. അതായത് ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടന്നൊരു കാര്യത്തിനകത്ത് അദ്ദേഹം ആ ദേവസ്വത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അതാണ് ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. കഴിഞ്ഞ ഇത്രയും കാലങ്ങളായി ശബരിമലയിലെ സ്വർണ്ണമായോ വിലപിടിപ്പുള്ള വസ്തുക്കളിന്മേലും ഉണ്ടായിരുന്ന നിരീക്ഷണം എത്രത്തോളം ദുർബലമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മുടെ മുന്നിലേക്ക് വെക്കപ്പെടുകയും ചെയ്യുന്നത്. ആ ഉദ്ദേശശുദ്ധി, ശബരിമലയിൽ അട്ടിമറിയൊന്നും ഉണ്ടാകരുതെന്ന ഉദ്ദേശശുദ്ധി ഇതിനു മുൻപേ ഉണ്ടായിരുന്നുവെങ്കിൽ, നിഷ്കർഷം ഇതിനു മുൻപേ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുക മാത്രമാണ് നമുക്ക് ഇപ്പോൾ സാധ്യമായത്. അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇനിയും നമ്മുടെ മുന്നിൽ വരാത്ത എത്ര കണ്ടെത്തലുകൾ അതിലുണ്ടാകും എന്ന് അമ്പരക്കുക മാത്രമാണ് നമ്മൾ ഈ നിമിഷം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.